ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം, അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം, ആഴ്ചഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. 2025 ജൂൺ 1 തീയതി മുതൽ ജൂൺ 7 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എൻ്റെ ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് 27 നക്ഷത്ര ജാതകരുടെ ഫലം ഞാൻ പറയുന്നത് ഓരോ രാശികൾക്കും, മേടരാശി മുതൽ മീനരാശി വരെയുള്ള ഓരോ രാശികൾക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, പേഴ്സണലി ജ്യോതിഷപരമായിട്ടുള്ള കൺസൾട്ടിങ്, അതുപോലെ കബഡി പ്രശ്നം വഴി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കാണാൻ വേണ്ടി പേഴ്സണലി ചില ആളുകൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പം വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ ഒരു ഡേറ്റും ടൈമും ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്, അലോട്ട് ചെയ്ത് തരുന്നതാണ് സമയം. അപ്പം ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് അവര് ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ജോലികളെല്ലാം ചെയ്ത് തീർക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഫ്രണ്ട് സർക്കിൾസ് ഒക്കെ എക്സ്പാൻഷൻ, പുതിയ ഫ്രണ്ട് സർക്കിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ആ ഒരു ഭാഗ്യം, അതുപോലെ ബന്ധുമിത്രാദികൾ വീട്ടിലേക്ക് ഗസ്റ്റ് അതിഥികളായി വരാനുള്ള ഭാഗ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഭാഗ്യവും അന്നപൂർണേശ്വരി ദേവി കടാക്ഷവും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ചില ട്രിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ചിലപ്പം 1-2 ദിവസം മാറി നിൽക്കുക, അങ്ങനെ കുടുംബ സംബന്ധമായിട്ടുള്ള ഒരു ഫോക്കസിങ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് അത്രയും ആ ഒരു ഫോക്കസിങ് കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. കൂടുതലും ജോലി സംബന്ധമായിട്ടുള്ള ഫോക്കസിങ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായിട്ടുള്ള സമയം. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള വാരമാണ് കാണിക്കുന്നത്. കല്യാണം ആലോചിക്കുന്നവർക്ക്, വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ബിസിനസ് എക്സ്പാൻഷന് പറ്റിയ ഒരു വാരമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം. ധനപരമായിട്ട് നല്ല ചിലവുകൾ, കൈവിട്ട ചിലവുകൾ ഈ ഒരാഴ്ച മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ഇവർക്കും വളരെ ദൈവാധീനമുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസം ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരം കൂടിയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അപ്പം ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന മേഖലകളിലൊക്കെ ട്രാൻസ്ഫേഴ്സിനൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള വിധി, അനുകൂലമായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ കിട്ടുന്ന ഒരു വാരം കൂടിയാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനം
കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വാരം. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇടവക്കൂർ നക്ഷത്ര ജാതകർ. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. വിവാഹ സംബന്ധമായിട്ട് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കണം, ഒന്ന് കൺട്രോൾ ചെയ്യുക. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫുഡ് അലർജിക്കുള്ള സാധ്യതകൾ ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്ത ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂർ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കസ്റ്റമേഴ്സ് വഴിയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച കുടുംബ സംബന്ധമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. കുടുംബ ദേവി കടാക്ഷം നേടേണ്ടത് അത്യാവശ്യമാണ് മിഥുനക്കൂർ നക്ഷത്ര ജാതകർ. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ പണം ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് പണമിടപാടുകൾ വഴി നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ സംസാര രീതി ഒന്ന് നിയന്ത്രിക്കണം. ആ ഒരു മിതത്വം പാലിച്ച് മുൻപോട്ട് പോകണം. സംസാരത്തിലൂടെ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ചിലവുകൾ നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരാഴ്ച കാണിക്കുന്നു. പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാര രീതി കൊണ്ട് പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ തന്നെ മടി, എപ്പോഴും അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ, ജോലിയിലുള്ള വിരക്തി, ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ ഒക്കെ ബിസിനസ്, ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ കാർഷിക മേഖല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ആഴ്ച അത്ര അനുകൂലമാവില്ല. ചെറിയ രീതിയിലുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ട്രൈ ചെയ്യുന്നവർ, ശ്രമിക്കുന്നവർ, അങ്ങനെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ധനപരമായിട്ട് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാണ് കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. പുതിയതായി ശത്രുക്കൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ പിതാവിന്റെ ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്ന് സഹായം, അങ്ങനെയുള്ള സഹോദര ലാഭം പ്രതീക്ഷിക്കാം. പിതാവിൽ നിന്നുള്ള ധനം അങ്ങനെ കിട്ടാനുള്ള ഭാഗ്യവും കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അലസത നിങ്ങളെയും ഈ ഒരാഴ്ച പിന്തുടരുന്നതാണ്. നയന സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. ധനപരമായിട്ട് ഉള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക.
സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കോ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടി നല്ല രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറുകിട വ്യവസായം ചെയ്യുന്നവർക്ക്, ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കബഡിയിൽ കാണിക്കുന്നത്. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് വിവാഹ സംബന്ധമായിട്ട് പുതിയതായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. ബന്ധുമിത്രാദികൾ അതിഥികളായി വീട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. പൊതുവെ ഭാഗ്യപരമായിട്ട് നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ധനം, പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു മിതത്വം പാലിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ച വളരെ നല്ല സമയമായിട്ടാണ് ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി, കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കബഡിയിലെ കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്റ്റെപ്പ് കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കുക. ബാത്റൂമിലൊക്കെ പോകുമ്പോഴൊന്ന് സൂക്ഷിച്ചു പോവുക. സ്ലിപ്പാകാനുള്ള സാധ്യതകൾ കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽമുട്ടിന് വേദന, പുറം വേദന, ഇതിനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുമെങ്കിലും ജോലി സംബന്ധമായിട്ട് വളരെ ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ നിലവിൽ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന, നല്ല തീരുമാനങ്ങളിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ പണം ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹൗസ് മെയിൻ്റനൻസ്, വീട്ടിലെ അറ്റകുറ്റപ്പണികൾ, അങ്ങനെയുള്ള പണികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ പണം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരാഴ്ച, പ്രത്യേകിച്ച് അങ്ങനെയുള്ള വഴക്കുകളും കാര്യങ്ങളും ഈ ഒരാഴ്ച നേരിടുന്നതല്ല. ഞാൻ പറയുന്നത് ഭൂരിഭാഗം കന്നിക്കൂർ നക്ഷത്ര ജാതകർക്കാണ്. 100% വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഭൂരിഭാഗം, ഒരു 75% കന്നിക്കൂർ നക്ഷത്ര ജാതകർക്കും ഞാൻ ഈ പറഞ്ഞ വാരഫലം ഇതാണ് പ്രകടമാകുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലിയിൽ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിലവിൽ ജോലിയിൽ ഉള്ള ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് ഒന്ന് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കൂടുതൽ വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ അതൊരു നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒരു വിഘ്നേശ്വര പ്രീതി ഗണപതി ഹോമം നടത്തുക. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഒന്ന് ദർശനം നടത്തുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരാഴ്ച പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയോ എപ്പോഴെങ്കിലും സമയം പോലെ കുടുംബ ദേവിയെ, പരദേവത കടാക്ഷം നേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ ചാലിസ കൂടി ദിവസവും ഒന്ന് ജപിക്കാൻ ശ്രമിക്കുക. അപ്പം
തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ അലസത ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇവർക്കും ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഈ ഒരാഴ്ച കാണിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള പരിചയമില്ലാത്ത ഭക്ഷണം ഒന്ന് ഒഴിവാക്കുക. ജോലി അന്വേഷിക്കുന്നവർക്കും തടസ്സങ്ങൾ കാണിക്കുന്നു. സാമ്പത്തികപരമായിട്ട് ചെറിയ തോതിലുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരാഴ്ച നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷന് പറ്റിയ സമയമാണ്. കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിൽക്കാനുള്ള ദൈവികത നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിൽ പോലും അതത്ര കാര്യമാവുകയില്ല. നല്ല ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും നല്ല ശ്രദ്ധ നേടേണ്ട ഒരു വാരമാണ്. അപ്പം ഇതൊക്കെയാണ് തുലാക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ജോലിയിൽ നിലവിൽ ഉള്ള തടസ്സങ്ങൾ മാറുന്നു. അതുപോലെ കുടുംബത്ത് ഉള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും മാറുന്നതാണ്. പിതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള മിത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പുതിയ ബന്ധുമിത്രാദികൾ, അതുപോലെ കുടുംബത്ത് അതിഥികളായി വരാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പുതിയ ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാകാനുള്ള ഭാഗ്യം കാണിക്കുന്നുണ്ട് വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ സമയമായിട്ടാണ് വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. പൊതുവെ ചെറിയ തോതിലുള്ള അലസത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതിപ്പം ഏത് രംഗത്താണെങ്കിലും അലസതകൾ കാണിക്കുന്നുണ്ട്, മടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. അപ്പം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച, വരുന്ന ആഴ്ച നല്ല ശുഭകരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം, അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കവിടയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് മാറി നിൽക്കുന്നതാണ്. കുടുംബദേവിയെ കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും അത് ലഭിക്കാനുള്ള ദൈവാധീനം ഉണ്ട്. അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഹാർഡ് വർക്ക് കൂടി ചെയ്യുക. അപ്പം ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ്. അങ്ങനെയുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ബിസിനസ് സംബന്ധമായിട്ടുള്ള നല്ല റിട്ടേൺസ് ഒക്കെ കിട്ടാൻ ഉള്ള പൂർണ്ണമായിട്ടുള്ള മഹാലക്ഷ്മി കടാക്ഷമുള്ള ഒരു വാരം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. നല്ല ബന്ധങ്ങൾ വരാനുള്ള ഭാഗ്യം. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് സരസ്വതി കടാക്ഷം, ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നു. ദാമ്പത്യപരമായിട്ട് വളരെ നല്ല ഒരു വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കടം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കടം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പോലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പണമിടപാടുകൾ മാത്രം ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. മാതാവിന്റെ ബന്ധുക്കൾക്ക് ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക്
പൂർണ്ണമായിട്ടുള്ള ശനി ദേവന്റെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ജോലിയിൽ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടം മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ചിലവുകൾ നല്ല രീതിയിൽ ഈ ഒരാഴ്ച കൂടി നിൽക്കുന്നു. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകളായിരിക്കും മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നുള്ള റിട്ടേൺസ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അങ്ങനെയുള്ള ബ്ലോക്കായി കിടന്ന എന്തെങ്കിലും പണമിടപാടുകളൊക്കെ ഈ ഒരാഴ്ച അത്ര അനുകൂലമാവില്ല. പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഭാഗ്യം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ കൂടി നിൽക്കുന്നു. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. വിവാഹപരമായിട്ട് വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിൽ പോലും അത് അത്ര കാര്യമാവുകയില്ല. പിന്നെ ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള ദാമ്പത്യ പ്രശ്നങ്ങളൊന്നും ഈ ഒരാഴ്ച അങ്ങനെ അത്രയ്ക്ക് നിങ്ങളെ അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ല. കുട്ടികൾക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും ഒരു ദൈവാധീനവും അതുപോലെ ഭാഗ്യവും ധനലാഭവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരദേവതാ കടാക്ഷം ആ ഒരു പ്രാർത്ഥനാ വേളയിൽ കുടുംബദേവിയെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ നവഗ്രഹ മന്ത്രങ്ങൾ ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതൊക്കെയാണ് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കവടിയിൽ കണ്ട അടുത്തൊരാഴ്ചത്തെ ഫലം. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, വായ്ക്ക് അകത്ത് വരുന്ന ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, അതുപോലെ തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഫുഡ് അലർജീസ്, ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായിട്ട് പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വാരം കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ഹനുമാൻ സ്വാമി കടാക്ഷം, മഹാദേവന്റെ കടാക്ഷം, അതുപോലെ തന്നെ മഹാലക്ഷ്മി കടാക്ഷവും ഈ അനുഗ്രഹങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. ധനപരമായിട്ട് നല്ല നേട്ടങ്ങൾ കൊയ്യാൻ പറ്റിയ, നേട്ടങ്ങൾ കിട്ടാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പിതാവിൽ നിന്നുള്ള ധനലാഭം കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടാനുള്ള ഒരു ഭാഗ്യം കാണിക്കുന്നു. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. ആ ഒരു മിതത്വം പാലിച്ച് നല്ല രീതിയിൽ പോകേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾക്ക് നേരിടുന്നതല്ല. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകുന്നു. കുടുംബത്ത് നല്ല ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള വാരമായിട്ടാണ് കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അപ്പം ഈ കുംഭക്കൂർ നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും ഹനുമാൻ ചാലിസ ജപിക്കുക ദിവസവും, അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും വിളക്ക് തെളിയിച്ച് 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം 3 തവണ മഹാലക്ഷ്മി അഷ്ടകം ദിവസവും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. അപ്പം അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച ചെറിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതായത് നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും അതുപോലെ
ബാത്റൂമിൽ പോകുമ്പോഴും കിച്ചണിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉരുണ്ടു വീഴാനുള്ള സാധ്യത, കാല് സ്ലിപ്പാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ നയന സംബന്ധവും നടു സംബന്ധമായിട്ടുള്ള പുറം വേദന ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അതുപോലെ വിട്ടുമാറാത്ത തലവേദനയും അലസതയും ഉണ്ടാകാനുള്ള വാരമായിട്ടാണ് മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള വഴക്കുകൾ, ക്ലേശങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ് ഈ ഒരാഴ്ച. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിപ്പായി വീഴാതെ, കാല് തന്നെ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ നരസിംഹ മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമവും ഹനുമാൻ ചാലിസയും ദിവസവും ജപിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. മീനക്കൂർ നക്ഷത്ര ജാതകർ പൊതുവെ സംസാരം ഒരു മിതത്വം പാലിച്ച് മുൻപോട്ട് പോവുക, ഇല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് മാത്രമല്ല, മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച ചിലവുകൾ നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് 27 നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അതായത് 2025 ജൂൺ 1 തീയതി മുതൽ ജൂൺ 7 തീയതി വരെയുള്ള ഫലമാണ് ഞാനിപ്പം പ്രതിപാദിച്ചത്. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അതുപോലെ തന്നെ പേഴ്സണൽ കൺസൾട്ടേഷന് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ആഴ്ച ആകട്ടെ അടുത്തത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.